ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കപ്പ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കപ്പയും ബീഫും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിന് ചിലരുടെ നാട്ടിൽ കപ്പ ബിരിയാണി എന്ന് പറയും, ചിലരുടെ നാട്ടിൽ ഇറച്ചിയും പൂളിയും വെക്കുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇറച്ചിയും പൂളിയും വെക്കുക എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അതേപോലെ കപ്പയും കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് എന്നിവ നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കപ്പ ഇഷ്ടമല്ലാത്തവരായിട്ട് മലയാളികളിൽ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് കപ്പ. ഈ കപ്പക്കും ഒരുപാട് പേരുകളുണ്ട് അല്ലേ. ചിലരുടെ നാട്ടിൽ കപ്പ എന്ന് പറയും, ചില നാട്ടിൽ പൂള എന്ന് പറയും, ചില നാട്ടിൽ കൊള്ളി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു വലിയുള്ളി കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കറിവേപ്പില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബീഫ് മസാലയും അതേപോലെ തന്നെ ഗരം മസാലയും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാനുള്ള വെള്ളം കൂടി നമ്മളെ ബീഫിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി നമ്മളെ കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് അത് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ പൂള ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചിയും പൂളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂട് ചായൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.